മുബഷീർ പി അക്ബറിലേക്ക് പോവുകയാണ്. മുബഷീർ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്നാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് മുബഷീർ. ദിലീപിന്റെ വിധി എന്താകും എന്ന് അറിയാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇതിൽ നമുക്കറിയാം, ഒരു കാലത്ത് മലയാള സിനിമയെ ഉള്ളം കൈയിലിട്ട് നടന്നിരുന്ന ഒരാളാണ്. പിന്നീട് ഈ കേസ് വന്നതിന് ശേഷം കണ്ടതാണ് ആ പതനം എന്തായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും അതിൽ ഇരവാദം മുഴക്കിയുള്ള സിനിമകളൊക്കെയാണ് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തത്. ഇന്നിപ്പോൾ നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ് ദിലീപിന്. ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. തീർച്ചയായും രാജ്യം കാത്തിരിക്കുന്ന നിർണായക വിധി അത് തന്നെയാണ് ഇന്ന് എറണാകുളം കോടതിയിൽ നിന്നും 11 മണിയോടുകൂടി വരാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ആലുവയിലെ ദിലീപിന്റെ വീടിന് മുൻപിലാണ്. നമുക്കറിയാം, ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ നിരവധി നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മേഖല കൂടിയാണ് ആലുവയിലെ ദിലീപിന്റെ വീട് എന്നുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി ചെന്നൈയിൽ നിന്നും അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലോട്ടൊക്കെ തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 9 മണിയോടുകൂടി കോടതിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് തന്നെയാവും കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനൊക്കെ തന്നെ വിളിപ്പിച്ച ഘട്ടത്തിലും ഈ വീട്ടിൽ നിന്നായിരുന്നു ദിലീപ് പോയിരുന്നത്. 2017 ഫെബ്രുവരി 17 രാജ്യത്തെ നടുക്കിയ ആ കുറ്റകൃത്യം നടന്ന സമയത്തുൾപ്പെടെ പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ കേരളം, രാജ്യം ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അങ്കമാലി അത്താണിയിൽ വെച്ച് ആ യുവനടിയെ അത്രയധികം ഗൂഢാലോചന പിന്തുടർന്നുകൊണ്ടുള്ള ഒരു കുറ്റകൃത്യം അവിടെ സംഭവിക്കുന്നു. അങ്ങനെ അവഹേളിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട നടി അവർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഐക്യദാർഢ്യ സദസ്സിൽ ഏറെ നാടകീയമായി ദിലീപ് വന്ന് സംസാരിച്ച വാക്കുകൾ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ തന്നെ ഇത് സംഭവിച്ചാൽ എങ്ങനെ ഇത് നോക്കി നിൽക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്ന ദിലീപ് പിന്നീട് കേസിൽ 8ാം പ്രതിയാകുന്ന കാഴ്ചയായിരുന്നു 4 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. ആ ഒരു യോഗത്തിൽ വെച്ച് തന്നെ ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായിരുന്ന മഞ്ജു വാര്യർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അത് കൃത്യമായിട്ടും കേസിലെ ഗൂഢാലോചനയിലേക്ക് തന്നെയായിരുന്നു വിരൽ ചൂണ്ടിയിരുന്നത്. ഇത് കൃത്യമായിട്ടും ആദ്യത്തെ സൂചന നൽകിയത് മഞ്ജു വാര്യരായിരുന്നു. അന്ന് ദർബാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു മഞ്ജു പരസ്യമായി തന്നെ അത്തരത്തിൽ ഒരു സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. മുബഷീർ പി അക്ബർ ആണ് ദിലീപിന്റെ ആലുവയിലെ വീടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ, നമുക്കറിയാം, നിർണായകമായ ഒട്ടനവധി സാക്ഷിമൊഴികളായിക്കോട്ടെ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ ഇന്ന് നീതി പുലരുമെന്ന ആത്മവിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രതികൾ ഈ കൊടും ക്രൂരത, ഗൂഢാലോചന നടത്തിയ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്നത് ഗൂഢാലോചന നടന്ന ടെന്നീസ് ക്ലബിന് മുന്നിൽ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടെന്നീസ് ക്ലബിന്റെ സ്ഥാനം ഈ ക്രൂരകൃത്യം, ഗൂഢാലോചന നടത്തുന്നതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂരിലെ പുഴയ്ക്കലുള്ള കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ് എന്ന ജോർജേട്ടൻസ് പൂരത്തിൻ്റെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിലേക്ക് പൾസർ സുനി എത്തുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം, വിൻഡോയിൽ കാണിക്കാം എന്ന് തോന്നുന്നു. ഞാൻ നിൽക്കുന്ന അതേ സ്ഥാനത്താണ് പൾസർ സുനി നിൽക്കുന്ന ദൃശ്യങ്ങൾ അന്ന് നാം പുറത്തുവിട്ടത്. നാമായിരുന്നു അന്ന് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ആ മേഖലയിലേക്ക് ഒരു അന്വേഷണം കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ദിലീപിന് പൾസർ സുനിയെ അറിയില്ല, പരിചയമില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ടെന്നീസ് ക്ലബിലേക്ക് 2016 നവംബർ 13 ഈ പൾസർ സുനി കടന്നു വരുന്നത്. ജോർജേട്ടൻസിനകത്തിൻ്റെ ലൊക്കേഷനായിരുന്നു. ഈ ലൊക്കേഷനിലേക്ക് പൾസർ സുനി വരുന്നു. പിന്നീട് നാം ഈ കാണുന്ന, ഇപ്പുറത്ത് കാണുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ വെച്ച്, ഇതിനകത്ത് വെച്ച് ദിലീപും അതുപോലെ തന്നെ പൾസർ സുനി, നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ കെട്ടിടത്തിനുള്ളിൽ വെച്ച് പൾസർ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തി എന്നതാണ് പ്രധാനമായും കേസ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇയാൾ എല്ലാ ലൊക്കേഷനിലേക്കും വരാറുണ്ടെന്ന് പിന്നീട് പൾസർ സുനി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് ഉള്ളിൽ വെച്ചാണ് അന്ന് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഈ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയെന്ന ആദ്യത്തെ വാർത്ത പുറത്തു വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോയാൽ ഈ പ്രദേശത്തേക്ക് മുഴുവൻ ഈ പൾസർ സുനി അന്ന് ഇതിന് വലിയ കോമ്പൗണ്ടാണ് കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷനായിട്ട് നിരവധി ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ പ്രധാനമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കോർട്ടിന് സമീപത്തൊക്കെയും പൾസർ സുനി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് നാം ഓർക്കുന്നുണ്ട്, ദിലീപിനെ കൊണ്ടുവന്ന് ഇവിടെയെല്ലാം
തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ഥലമാണ് ഇതിനെ സംബന്ധിച്ച്, ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സ്ഥലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഗൂഢാലോചന നടന്ന ടെന്നീസ് ക്ലബ്ബ്. അതിന് മുന്നിൽ നിന്നാണ് ജേസൺ ചാമളപ്പിൽ വിവരങ്ങൾ നൽകിയത്.